ഇത് പുതിയത്. നമ്മുടെ ടി വിയുടെ ലോൺ തീർന്നപ്പോഴേ ബാങ്കുകാർ വിളിച്ചു വെച്ച് ഏതെങ്കിലും ഗാഡ്ജറ്റ് എടുക്കണോ ഓഫർ ഉണ്ടെന്ന്. അങ്ങനെ എടുത്തതാ. മാസം വെറും 7000 രൂപയിലൂടെ EMI. 7000 രൂപ? ഇവന്മാരുടെ കാര്യം. അമ്മ ഒരു 15000 മറിക്കാനുണ്ടോ? ഞാൻ ഇപ്പൊ എവിടെ നിന്ന് മറിക്കാൻ? എന്തത്ര അത്യാവശ്യം? കാർ ലോൺ പെൻഡിങ്. കളക്ഷൻ ഏജന്റ് ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ഇവിടെ ഇല്ലെന്ന് അമലിനെ വിട്ട് പറയിപ്പിച്ചിട്ട് പോലും പോണില്ല. 3 മണിക്കൂറായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ. ഇവിടെ വേറെ ക്യാഷ് ഒന്നും ഇരിപ്പില്ലേ? അന്നൊക്കെ രാവിലെ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്ത് അടച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യേ? ഒരു വഴിയുണ്ട്, നീ വാ. ഈ വഴി ഉള്ളൻ തരം നന്നായി. അവൻ്റെ മുമ്പിലെങ്ങനെ പെട്ടെന്ന് നാറി എന്നെ. ലോൺ എടുത്തിട്ട് മുങ്ങി നടക്കാൻ നാണമില്ലല്ലേ? നാളെ എൻ്റെ മാല എന്തെങ്കിലും കൊണ്ടുവന്ന് പണയം വെച്ചാൽ ആ ലോൺ നമുക്ക് അടയ്ക്കാം. അല്ലെങ്കിൽ നാളെ വീണ്ടും ഒരു ഓഫീസിൽ നിന്ന് നമ്മളെ നാണം കെടുക്കും. ആ എത്തിയാ? നിങ്ങൾ ട്രെഡ്മില്ല് വാങ്ങിയാ? ആ എങ്ങനെയുണ്ട്, കൊള്ളാമോ? നമ്മളെ ISNC ബാങ്കിനെ EMI ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഡോക്യുമെന്റേഷനൊക്കെ അവർ വീട്ടിൽ വന്ന് ചെയ്തായിരുന്നു. കറക്റ്റ് സമയത്തിന് ഷോപ്പ് ഉടമ ഡെലിവറും ചെയ്തു. ഇവിടെ നിനക്ക് കട്ടിൽ നിന്ന് എണീക്കാൻ വയ്യാതിരിക്കല്ലേ? അത് നിനക്ക് എന്തിനാണ് ഇപ്പൊ ഈ കുന്ത്രണ്ടാം? കാർ ലോൺകാരെ ഇപ്പൊ അത് തെറി പിടിച്ചിട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നും അറിയാതെ ഇവിടെ സൂചിച്ച് കിടന്നാ മതിയല്ലോ. ഈ ലോൺ എങ്ങനെ അടയ്ക്കും? അത്രയ്ക്ക് വരുമാനം ഉണ്ടായി കമ്പനിക്ക്. മര്യാദ വേണം ചേട്ടാ. അതെ, നോക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ നടുവേദന ഉണ്ടായിരുന്നു, പക്ഷെ അത് ആര്യ തന്ന ഗുളിയെ ഒരാഴ്ച കഴിച്ചപ്പോൾ മാറിയായിരുന്നു. പിന്നെ ഞാനാണ് ആര്യയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ 6 മാസം ബെഡ് റെസ്റ്റ് വേണമെന്നൊക്കെ. അതെ, ഈ വീട് പണി തുടങ്ങിയത് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഉള്ളത് വെച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോയതല്ലേ നമ്മൾ. എന്ന് ഈ വീട്ടിൻ്റെ പണി ഇല്ലാത്ത ക്യാഷ് മുടക്കി തുടങ്ങിയോ അന്ന് മുതൽ പോയതാണ് ഈ വീടിൻ്റെ സന്തോഷവും സമാധാനം. പിന്നെ ഒരു വീട് ആർക്കായാലും വേണ്ടേ? വേണം. അത് അവനവൻ്റെ കൊക്കിന് ഒതുങ്ങണ രീതിയിൽ ചെയ്യണം. അല്ലാതെ ഇല്ലാത്ത എമൗണ്ട് ലോൺ എടുത്തിട്ടല്ല ചെയ്യേണ്ടത്.